ന്യൂസ് 18 വാർത്തയിൽ അധികാരികളുടെ ഇടപെടൽ. മേൽശാന്തി നിയമന ക്രമക്കേട് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസ്. അന്വേഷണത്തിന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ന്യൂസ് 18 വാർത്തയിലാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അല്ല, വേറൊരു കത്തും കൂടെ ഞാൻ നൽകിയിട്ടുണ്ട്. അതായത് ഇന്നലെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച മേൽശാന്തി നിയമനത്തിൻ്റെ അതിനെക്കുറിച്ചൊരു പരാതി എനിക്കും കിട്ടിയിട്ട് ഔദ്യോഗികമായിട്ട്. അതുകൊണ്ട് ദേവസ്വം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഞാൻ ഇന്നലെ കത്ത് കൊടുത്തിട്ടുണ്ട്. അതേ ഞാൻ പറഞ്ഞത്, ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. ഇന്നലെയാണ് ഞാൻ കത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറിയത്. തനിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നടപടി എന്നതാണ് ദേവസ്വം മന്ത്രി സൂചിപ്പിക്കുന്നത്. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഈ പരാതി ദേവസ്വം മന്ത്രിയിലേക്ക് എത്തുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഈ വാർത്ത പുറത്തുവിട്ട ടോം കുര്യാക്കോസ് ചേരുകയാണ്. ടോം, ന്യൂസ് 18 വാർത്തയിൽ തുടർ പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ദേവസ്വം മന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. എന്തൊക്കെ ഈ അന്വേഷണ പരിധിയിൽ വരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? രേണുക, ശബരിമല മേൽശാന്തി നിയമനം, ആ മേൽശാന്തി പദവിയിലേക്ക് ED പ്രസാദ് നമ്പൂതിരി എത്തിയത് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണെന്ന് ന്യൂസ് 18 കഴിഞ്ഞ ദിവസം തെളിവുകൾ സഹിതം വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് നമ്മൾ വിവരാവകാശ നിയമപ്രകാരമാണ് ഈ രേഖകളെല്ലാം പരിശോധിച്ചത്. ED പ്രസാദ് ഈ 10 വർഷം തുടർച്ചയായി 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ സേവനം ചെയ്തിട്ടില്ല, മേൽശാന്തിയായി സേവനം ചെയ്തിട്ടില്ല എന്ന കാര്യം വളരെ വ്യക്തമായിരുന്നു. മാത്രമല്ല, ശബരിമല മേൽശാന്തി നിയമനത്തിന് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഇതാണ്. ഒന്ന്, മലയാള ബ്രാഹ്മണനായിരിക്കണം. 2, 10 വർഷം തുടർച്ചയായി 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ മേൽശാന്തിയായി അനുഭവ പരിചയം, പ്രവൃത്തി പരിചയം വേണം. ഈ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തിയിരുന്നു. മാത്രമല്ല, അതോടൊപ്പം വ്യാജരേഖ ചമച്ച് ചോറ്റാനിക്കര കീഴ്ക്കാവിൽ മേൽശാന്തിയായിരുന്ന ED പ്രസാദ് അത് മേൽക്കാവിൽ മേൽശാന്തിയായിരുന്നു എന്ന വ്യാജരേഖ ഉണ്ടാക്കി. ഇതിന് ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം ഒത്താശ ഇതിനുണ്ടായി. മാത്രമല്ല, ഈ ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ കൃത്യമായും ദേവസ്വം വിജിലൻസ് പരിശോധിക്കേണ്ടതാണ്. ആ ദേവസ്വം വിജിലൻസ് ഈ വീഴ്ചകളൊന്നും കണ്ടില്ലെന്ന് നടിച്ചു. അതല്ലെങ്കിൽ ബോധപൂർവം അത് ഒഴിവാക്കി അദ്ദേഹത്തിന് നിയമവിരുദ്ധമായി നിയമനം നൽകി. അങ്ങനെയുള്ള ഓരോ തെളിവുകളും പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മാത്രമല്ല, ദേവസ്വം മന്ത്രിക്ക് ഇന്നലെ ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ പന്തളം രാജകുടുംബാംഗം ശ്രീ രാജരാജവർമ്മ ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് DGPക്കും അടക്കം പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ദേവസ്വം വിജിലൻസ് ഈ കേസ് അന്വേഷിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ദേവസ്വം വിജിലൻസ് തന്നെയാണ് ഇദ്ദേഹത്തിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയത്. ഇദ്ദേഹത്തിന്റെ ഈ ക്രൈറ്റീരിയ എല്ലാം പാലിച്ചുകൊണ്ടാണ്, മാനദണ്ഡമെല്ലാം പാലിച്ചുകൊണ്ടാണ് ED പ്രസാദ് ഈ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നതെന്ന് ദേവസ്വം വിജിലൻസ് ഓഫീസറായിരുന്ന ഈശ്വരൻ നമ്പൂതിരിയുടെ സാക്ഷ്യപത്രം അടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വിജിലൻസ് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരുമോ എന്ന രീതിയിലുള്ള ചില ആശങ്കകൾ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയ്ക്ക് അത് ഒരു ഫലം കണ്ടിരിക്കുന്നു, ആ വാർത്ത ഫലം കണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് ഒരു കാരണവശാലും ഈ സംഭവം പുറത്തു വരില്ലായിരുന്നു. ഇതിനു മുൻപ് കാലാകാലങ്ങളായി ശബരിമല മേൽശാന്തി നിയമനത്തിൽ ഇതുപോലുള്ള അട്ടിമറികളും തിരിമറികളും നടക്കുന്നുണ്ട്. നിയമവിരുദ്ധമായി മേൽശാന്തിമാരെ നിയമിക്കുന്നുണ്ട്. അത് ശബരിമലയിൽ മാത്രമല്ല, ഈ മാളികപ്പുറത്തും ഇതേ രീതിയിലുള്ള നടപടികളാണ് നടക്കുന്നതെന്ന് ഇന്നലെ ന്യൂസ് 18നോട്
മുൻ കീഴ്ശാന്തി, ശബരിമലയിലെ മുൻ കീഴ്ശാന്തി സുരേഷ് ആർ പോറ്റി വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അദ്ദേഹം കൈക്കൂലി നൽകിയിട്ടുണ്ട്. അതായത് 3 ലക്ഷം രൂപ ശബരിമലയിലെ മുഖ്യ പുരോഹിതന് നൽകിയെന്നും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 5 ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ആ വിഷയമടക്കം പരിശോധിക്കേണ്ടതാണ്. അതായത് ഒറ്റപ്പെട്ട സംഭവമല്ല. കാലാകാലങ്ങളായി ശബരിമലയിലെ മേൽശാന്തി നിയമനം ഇതുപോലെ പണം വാങ്ങി വിൽപ്പന നടത്തുകയാണ്, കച്ചവടം നടത്തുകയാണ് എന്ന കാര്യമായിരുന്നു നമ്മുടെ അന്വേഷണത്തിനർത്ഥം പുറത്തു വന്നത്. പക്ഷേ അവിടെ ഒന്നും ഇതിനു മുൻപ് ഇത്ര ആരോപണങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇതിപ്പോൾ തെളിവുകൾ സഹിതമാണ് ന്യൂസ് 18 ആ വാർത്ത പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ ഇതിനു മുൻപ് നടന്നിട്ടുള്ള മേൽശാന്തി നിയമനങ്ങളും പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം സുരേഷ് ആർ പോറ്റി മുൻ കീഴ്ശാന്തി നടത്തിയ വെളിപ്പെടുത്തലും പരിശോധിക്കണം. അദ്ദേഹം ഈ മുഖ്യ പുരോഹിതനടക്കം ശബരിമലയിലെ മുഖ്യ പുരോഹിതനും അതോടൊപ്പം ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾക്കും പണം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലും വിശദമായ അന്വേഷണം നടത്തേണ്ടതാണ്. ഒരുപക്ഷെ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ കേസ് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തണം. മാത്രമല്ല കഴിഞ്ഞ ഭരണസമിതി, ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ ഭരണസമിതി അടക്കം പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അതോടൊപ്പം ഈ ED പ്രസാദിന് നിയമനം ലഭിക്കാൻ ആരുടെയൊക്കെ ഒത്താശ കിട്ടിയിട്ടുണ്ട്. മുൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ, അതോടൊപ്പം ഈശ്വരൻ നമ്പൂതിരി, ദേവസ്വം ഓഫീസർ ഈശ്വരൻ നമ്പൂതിരി, ഇവരൊക്കെ വഴിവിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ, ഉന്നതതല ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടത്തേണ്ടതാണ്. രേണുക, തീർച്ചയായും എന്തായാലും വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത്. ഒരുപാട് പേർ ഉൾപ്പെട്ടിട്ടുള്ള പല തലങ്ങളിൽ നടന്ന തട്ടിപ്പിന്റെ ആകെ തുകയാണ് ഈ നിയമനം. അത് സംബന്ധിച്ചുള്ള അന്വേഷണം എന്തായാലും പ്രഖ്യാപിച്ചിരിക്കുന്നു. ടോം കുര്യാക്കോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.